أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 126ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. രണ്ടാമത്തെ ഭാഗം 126ാമത്തെ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി നിന്ന് സ്വർഗത്തിലെത്തുന്നവരിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും കുടുംബക്കാരെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വൽ മാസം നമ്മളോടിതാ ഇനി ഇങ്ങനെ വിട പറയാണ്. ഇനി നമുക്ക് ഈ റബീഉൽ അവ്വലിൽ എത്ര ക്ലാസ്സാണ് കിട്ടുക? അതുകൊണ്ട് നമുക്ക് ഒരു 4 സ്വലാത്ത് ചൊല്ലിയിട്ടാണ് തുടങ്ങാം അല്ലേ? മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി മുഹമ്മദുൻ ബസിത്തുൽ മഅറൂഫി ജാമിഉഹു മുഹമ്മദുൻ സാഹിബുൽ ഇഹ്സാനി വൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി മുഹമ്മദുൻ സാബിതുൽ മീസാഖി ഹാഫിദുഹു മുഹമ്മദുൻ തയ്യിബുൽ അഖ്ലാഖി വശിയമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലി അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഖസീദത്തുൽ മുഹമ്മദിയ്യ ചൊല്ലണം നമ്മൾ അല്ലേ? ഖസീദത്തുൽ ബുർദ ചൊല്ലണം. ഒക്കെ ചൊല്ലുന്നുണ്ടാവും എല്ലാവരും. വീടുകളിലൊക്കെ മൗലിദ് ഉണ്ടാവും അല്ലേ? അല്പം തന്നെയെങ്കിലും മൗലിദില്ലാത്ത വീടുകളില്ലല്ലോ. തദ്രീബ് കുടുംബത്തിലെ ആരുടെ വീട്ടിലും മൗലിദ് ഒഴിവായിട്ടില്ലല്ലോ. വേണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടവും പൊരുത്തവുമുള്ള വീടാക്കി നമ്മുടെ വീടുകളൊക്കെ അല്ലാഹു തആല കബൂലാക്കട്ടെ. ആ മുത്തുനബിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ വീടാക്കി നമ്മുടെ വീടുകളൊക്കെ അള്ളാഹു ആക്കി തീർക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ.
ഓക്കെ, നമുക്ക് ഇനി വിഷയത്തേക്ക് വരാം. എന്താ വിഷയം? വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്, കഴിഞ്ഞ ക്ലാസ് മീൻസ് ഈ കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പ് അക്ഷര പഠനങ്ങളുടെ ഫുൾ സ്റ്റോപ്പായിരുന്നു പറഞ്ഞിട്ടത്. ഇനി നമ്മളിത് അഹ്കാമിലേക്ക് വരികയാണ്. അഹ്കാം, എന്ത് അഹ്കാം? ഖിറാഅത്ത്. ശ്രദ്ധിക്കുക, ഖിറാഅത്ത് തജ്വീദ് അനുസരിച്ച് തന്നെ ആകാവൂ അല്ലേ? ഉറപ്പല്ലേ? അതിൽ ഒന്നാമത് അതിൻ്റെ ബേസിക് വേണ്ടത് അക്ഷരങ്ങൾ ക്ലിയർ ആവുക എന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കി, പഠിച്ചു, ഓക്കെ ആക്കി. അങ്ങനെ അക്ഷരങ്ങളെക്കുറിച്ച് ചർച്ച ഇനിയില്ല, അതിനു മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്തു, പരിഹരിച്ചു. ഇനി എന്തു വേണം? നമുക്ക് അഹ്കാമിലേക്ക് വരണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തജ്വീദ് അനുസരിച്ച് ഒരാൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ വേണം. ഒന്ന്, മഅരിഫത്തു മഖാരിജിൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ മഖ്റജുകൾ അറിയണം. വമഅരിഫത്തു സിഫാത്തിൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ സിഫത്തുകൾ അറിയണം. ഇത് രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്തു ശരിയാക്കി. 3, മഅരിഫത്തുൽ അഹ്കാം, തജ്വീദ് നിയമങ്ങൾ അറിയണം, പഠിക്കണം. 4, ഇത് 3ഉം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിയാദത്തുൽ ലിസാൻ, പരിശീലനം, ആവർത്തനം വേണം. അപ്പോൾ നമ്മൾ അഹ്കാമിലേക്ക് വരികയാണ്. അഹ്കാം തജ്വീദ് എന്ന് കേൾക്കുമ്പോഴേക്ക് ചില ആളുകൾക്ക് അല്ലേ തല ചൊറിയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിളാ. നോക്കിയേ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ 2 അക്ഷരങ്ങൾ നോക്കിയേ. ഒന്ന് നൂൻ, മറ്റൊന്ന് മീം. നോക്കണം നിങ്ങൾ കേട്ടോ, നൂൻ മീം. ഇത് ഈ 2 അക്ഷരമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ആ സ്ക്രീനിൽ കാണുന്ന അക്ഷരേ ഒന്ന് മീമാണ്, മറ്റൊന്ന് നൂനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? മനസ്സിലാവും. ഈ നൂനിനും മീമിനും ഒരു പ്രത്യേകത ഉണ്ട്. നൂനിനും മീമിനും ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്നോ നമുക്ക് തന്നെ ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കാം. നിങ്ങളേ ഒന്ന് പറഞ്ഞു നോക്കിയേ എല്ലാവരും പ്ലീസ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. പറയൂ. അല്ലേ? പറഞ്ഞില്ലേ? ഇനി എല്ലാവരും മൂക്കൊന്ന് പൊത്തി പിടിച്ചേ. ശബ്ദത്തിനൊരു ചേഞ്ചും വരുന്നില്ല. ലല്ലോ ലല പറഞ്ഞു നോക്കിയേ. ഇല്ല, വ്യത്യാസമല്ല. വരുന്നുണ്ടോ? എന്നാൽ സാ പറഞ്ഞു നോക്കിയേ. സാ 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 സ സ സ സാ 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 സ സ സ സാ 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 സ സ സ സ. മാറ്റമുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ 3 അക്ഷരങ്ങൾ പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ള ക പറഞ്ഞാലും ലോ പറഞ്ഞാലും ബാ പറഞ്ഞാലും ജാ പറഞ്ഞാലൊന്നും ശബ്ദത്തിനൊരു ചേഞ്ചും വരുന്നില്ല. ജ 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 ഉണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ മാ ഒന്ന് പറഞ്ഞേ. മാ മാ മ മ മ മാ മ 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 മാ മ മ മ മ മ മ ബ. ശബ്ദത്തിന് എന്തെങ്കിലും മാറ്റം വന്നോ? നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഒന്നും കൂടെ കാണിക്കാന്നോ? അതാ 1 അല്ല 2 അല്ല 3 വട്ടം കാണിച്ചു തരും. നോക്കിയേ നോക്കിയേ നോക്കിയേ. ഏയ് മാ 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 ബാ 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 മാ 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 മാ. മൂക്ക് പൊത്തി പിടിച്ചപ്പോൾ ശബ്ദത്തിന് ഒരു 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 ഉണ്ടായില്ലേ? ഇനി ഞാൻ നോക്കിയേ. ഉണ്ടായില്ലേ? ഇങ്ങനെ മൂക്ക് ഇങ്ങനെ അല്പം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴേക്ക് ശബ്ദത്തിന് ഇങ്ങനെയുള്ള ചേഞ്ച് വരുന്ന 2 അക്ഷരങ്ങളുള്ളത്. ഒന്ന് മീം, മറ്റൊന്ന് നൂൻ അല്ലേ? മീമും നൂനും ഉച്ചരിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കി ആരാ അവിടെ ഇരുന്ന് ഉറങ്ങണേ?
ഇങ്ങനെ അതെന്താ? ഇല്ലല്ല, ഇങ്ങോട്ട് നോക്കണം. ഹുക്കുമിൻ്റെ ക്ലാസ് തുടങ്ങി. ആ, നൂനും മീമും ശ്രദ്ധിക്കണം. നൂനും മീമും ഉച്ചരിക്കുമ്പോൾ തരിമൂക്കിൽ നിന്ന് വരുന്ന ആ രാഗം പൊത്തിപ്പിടിച്ചപ്പോൾ നഷ്ടപ്പെട്ടു, വിട്ടപ്പോഴോ ഫ്രീ ആക്കിയപ്പോഴോ ഉണ്ടാവുകയും ചെയ്തു. ആ സംഗതിക്കാണ് അറബിയിൽ ഉന്നത്ത് എന്ന് പറയുന്നത്. ശരിക്കും ശ്രദ്ധ വേണം. ഇതിപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ സിമ്പിളായിട്ട് പറയാൻ കഴിയുള്ളൂ. നൂനും മീമും ഉച്ചരിക്കുമ്പോൾ തരിമൂക്കിൽ നിന്ന് വരുമ്പോൾ നനന പറയുമ്പോഴും നിനിനി പറയുമ്പോഴും നുനുനു പറയുമ്പോഴും മമ 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 മീമി മിമി മുമു മുമു അല്ലേ, അതൊക്കെ പറയുമ്പോൾ തരിമൂക്കിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക ഒരു ശബ്ദ അവസ്ഥയുണ്ട്. അതിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായല്ലോ. ഇത് മീമിൻ്റെയും നൂനിൻ്റെയും പ്രത്യേകതയാണ്. മീമാവണമെങ്കിൽ നൂനാവണമെങ്കിൽ ഉന്നത്ത് ഉണ്ടാകണം. എന്ത് വെച്ച് ശബ്ദുണ്ടാകുമ്പോഴല്ലേന്നോ? ശബ്ദുണ്ടാകുമ്പോൾ ഡബിൾ ഉണ്ടാവും. ശബ്ദുള്ളൊരക്ഷരം എന്ന് പറഞ്ഞാൽ ഡബിൾ അക്ഷരം എന്നല്ലേ? അപ്പം നല്ലോണം ഉണ്ടാവും, കൂടുതലുണ്ടാവും. ശബ്ദില്ലെങ്കിലും ഉണ്ടാവും. നമ്മൾ ഫാത്തിഹ അന്ന് ഓതിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉണ്ടോ? ശബ്ദില്ലാത്ത നൂനിൽ നിർത്തിയപ്പോൾ. അപ്പം നൂനിൽ നിർത്തുമ്പോഴേ ഉണ്ടാവുള്ളൂ? അല്ല. പിന്നെയോ നബി 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 എന്ന് പറഞ്ഞപ്പോൾ നബി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്ര പോരെ മതി. അതുകൊണ്ട് നൂനിനും മീമിനും ഏത് ഹറക്കത്ത് ഉണ്ടാവുകയാണെങ്കിലും ഉന്നത്ത് മസ്റ്റാണ്. ശബ്ദുണ്ടാകുമ്പോൾ ഇരട്ടി ഉണ്ടാവും. ഇന്ന അല്ലേ? ഇന്ന നൂനിനുമേലെ ശബ്ദ് കൊടുത്താൽ ഇന്ന കുന്ന മിന്ന ഓതിടണേ. ഇന്ന കുന്ന മിന്ന ഓതരുതോതരുതതു പിഴവായിടുമേ. എത്ര കൊല്ലം മുമ്പ് ചെറിയ ചെറിയ മക്കൾ പാടാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? നൂനിനു മേലെ ശബ്ദ് കൊടുത്താൽ ഇന്ന കുന്ന മിന്ന ഓതിടണേ. ഇന്ന കുന്ന മിന്ന ഓതരുതോതരുതതു പിഴവായിടുമേ. ഇതിങ്ങനെയൊക്കെ പാടിയിട്ടും പറഞ്ഞിട്ടും കഥാപ്രസംഗം നടത്തിയിട്ടും ഇപ്പോഴും അന്നാമിന്ന സാലിഹുൻ. എന്താ അന്നാമിന്ന? ഇന്നാ കുന്ന തറായിഖ. എന്തിന്നാ കുന്ന? ഇന്ന കുന്ന വേണം. നൂനിന് വേണം, മീമിനും വേണം. നോക്കിയേ, ശദ്ദുള്ള മീമിൻ ഗുന്നത്ത് നന്നായി നൽകണേ. ഒന്നൽപ്പം ശ്രദ്ധയോടെ മിമ്മ എന്ന് ഓതണേ. ശദ്ദുള്ള മീമിൻ ഗുന്നത്തു നന്നായി നൽകണേ. ഒന്നൽപ്പം ശ്രദ്ധയോടെ മിമ്മ എന്ന് ഓതണേ. അമ്മലമ്മ സുമ്മ എന്നു തന്നെയാവണേ. അമ്മലമ്മ സുമ്മ ഓതൽ ഒന്നു നിർത്തണേ. പ്ലീസ് ഒന്നു നിർത്തണേ അല്ലേ? പ്ലീസ് ഒന്നു നിർത്തണേ. അമ്മലമ്മ സുമ്മ നിർത്തണം. അമ്മലമ്മ സുമ്മ ആവണം. അപ്പോൾ ഫത്ഹാകുമ്പോഴും കസ്റയും ദമ്മിനും ഒക്കെ ഇതുണ്ട്. ശബ്ദുണ്ടാകുമ്പോൾ ഡബിൾ ഉണ്ടാകും. ശ്രദ്ധിച്ചു ഓതുക, അതന്നെ പരിഹാരം. ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നാ അൻസൽനാഹു. ഇന്നാ അഅ്തൈനാക. മനസ്സിലല്ലേ? ഇന്നാ അഅ്തൈനാക, ഇന്നാ അൻസൽനാഹു. നോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ കേൾക്കണേ, നൂൻ മീം എന്നീ അക്ഷരങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേക വിശേഷണമാണ് ഗുന്ന, അതായത് മണിക്കൽ എന്ന് മലയാളത്തിൽ പറയും. നൂനിനും മീമിനും എല്ലാ സന്ദർഭങ്ങളിലും ഗുന്നത്തുണ്ടാകുമെങ്കിലും ശദ്ദുള്ളതാകുമ്പോൾ കൂടുതൽ ഗുന്നത്ത് നൽകേണ്ടതാണ്. ഓക്കെ, സ്ക്രീനിൽ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയേ. ഇന്നൻ നഫ്സ ലഅമ്മാറതും ബിസ്സൂ. എല്ലാവരും നോക്കിയത്. ലല്ല ഇന്നൻ നഫ്സ. രണ്ടെണ്ണം ഒന്ന് ഒഴിവാക്കല്ലേ? യെസ്.
ثم لتسألن يومئذ عن النعيم. അല്ല, എന്താ പുതിയ സംഭവം? അനിന്നഴീം എന്നല്ല, അനിൻ്റെ അനി അനി അയ്യണോ? അനി അനി ഒരു നിയമം ഇങ്ങനെ പഠിച്ച് റെഡിയായി ഇങ്ങനെ വരുമ്പോൾ പുതിയ നിയമം ഇങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ പഴയ നിയമം ഇങ്ങനെ പോകുന്ന അവസ്ഥ ഉണ്ടോ? 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 പറ്റില്ല. അടുത്ത ഉദാഹരണം വായിച്ചേ. അലാ യظുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. ഓതു എല്ലാവരും, കുറച്ച് ശബ്ദത്തിൽ ഓതിക്കോളൂ. വീട്ടിൽ നിന്നല്ലേ, വേറെ ആരും കേൾക്കാനൊന്നുമില്ല. യാ അല്ലാഹ്. ഉലൈക്കയുടെ മദ്ദുകളൊക്കെ ചില فإما منا بعد وإما فداء. ഇമ്മ എന്താ? فإما منا بعد وإما فداء. ഓക്കേ, എല്ലാം വേണം കേട്ടോ. ഞാനും മീമൊക്കെ വേണം. ഫിദാ എന്നാ നിർത്തുക, അതേക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഷദ്ദുള്ള നൂനും മീം വന്നാലെവിടെയും ഉന്നത്തു നന്നായി ചെയ്യ് ഇന്നാമിമ്മയും. ഈ പാട്ടും അങ്ങനെ പഠിക്കുക. ഇന്നാമിമ്മയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നാമിമ്മയും അങ്ങനെ തന്നെ. ഓക്കെ, യെസ്. ഇപ്പം നമ്മൾ തജ്വീദിലെ വളരെ പ്രധാനപ്പെട്ട സിമ്പിളായ ഖുർആനിൽ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ വന്ന നിർബന്ധമായും പാലിക്കേണ്ട നിയമമാണ് നമ്മൾ പഠിച്ചത്. ശദ്ദുള്ള നൂനും മീമും മണിക്കണം, ഒഴിവാക്കിയാൽ കുറ്റമാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊക്കെ മുസ്ഹഫിലെ മണിക്കേണ്ട നൂനിൻ്റെയും മീമിൻ്റെയൊക്കെ മേലെ ശ്രദ്ധ എഴുതി കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധ എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സങ്കല്പിച്ച് അവിടെ ശ്രദ്ധ ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധ ഉണ്ടോ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നോക്കി ഓതുമ്പോൾ ആ ശ്രദ്ധയോട് കൂടി ഒന്ന് ഓതാനുള്ള അല്ലാഹ് അല്ലാഹ് മടിയാണോ? എന്താ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എന്താ കാരണം എന്ന്? നിങ്ങളിതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് എന്തുകൊണ്ടാണ് ഇത്രയും ലളിതമായതും എല്ലാവർക്കും മനസ്സിലാകുന്നതുമായ ഈ നിയമം പോലും ജനങ്ങൾ ഒഴിവാക്കുന്നത്? അറിയാത്തത് കൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയാത്തതും ഉണ്ടാവില്ല, അശ്രദ്ധയായിരിക്കും. ഇനിയിപ്പോൾ എന്നാ ശ്രദ്ധ ഉണ്ടാവുക? അതൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടേ നോ സ്റ്റോപ്പ്, കഴിഞ്ഞു. ഇനി ശ്രദ്ധയുള്ള നൂനും മീമും മണിക്കാതെ ഓതൂല. ഉറപ്പല്ലേ? ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ഓരോ ഇത്ര സിമ്പിളാണിതിനേ. തജ്വീദ് ഒരു ഇല്ല, ഈ ചെറിയത് സിമ്പിളാക്കി മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അതുകൊണ്ട് എന്തു വേണം? എല്ലാവരും ഇനി മുതൽ അങ്ങനെ തന്നെയാവണം. എങ്ങനെ തന്നെയാവണം? നൂനും മീമും മണിച്ചോതുന്നവരാവണം. നമുക്ക് ബാക്കി കുറച്ച് ഓതാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയ സൂറത്തുൽ ഇസ്രാ 18-ാമത്തെ ആയത്ത് മുതൽ ഓതാം. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظورا انظر كيف فضلنا بعضهم على بعض
വലൽആഖിറതു അക്ബറു ദറജാതിൻ വഅക്ബറു തഫ്ളീല ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖറ ഫതഖഉദ മദ്മൂമൻ മഖ്ദൂല. ഓക്കെ. من كان يريد العاجلة عجلنا له فيها ما نشاء من كان ഉസ്താദ് ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ ഷദ്ദുള്ള മീമിനെ മണിക്കണം എന്ന്. ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ ഷദ്ദുള്ള മീമ് കൊണ്ടാണ് താനും. എന്നിട്ട് ഉസ്താദ് എന്നെ മണിക്കാതെ മങ്കാന എന്ന് ഓതി. ഷദ്ദുള്ള മീമല്ലേ അവിടെ, അപ്പോൾ മങ്കാന ഓതണ്ടേ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, സംശയമുള്ള ആളുകളുണ്ട്. ഇപ്പോഴും ഉണ്ടാ സംശയം. എന്താ കാരണം? അവിടെ മീമിന് ഷദ്ദ് കൊടുക്കാൻ കാരണം അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിവെച്ച ആയത്ത് ബസീറ എന്നാണ്. ബസീറ എന്ന് പറയുമ്പോൾ റാഇന് തൻവീൻ ഫത്ഹയാണ്. ആ ആയത്തും ഈ ആയത്തും കൂടെ ചേർത്തി ഓതുമ്പോൾ ഇദ്ഗാമും ബിഗുന്നഹ് എന്ന നിയമമാണ് വരിക. ചേർത്തി ഓതുകയാണെങ്കിൽ, ഓതണമെന്നല്ല, ഓതുകയാണെങ്കിൽ അപ്പോൾ അവിടെ മീമിന് ഷദ്ദോടുകൂടി ഓക്കെ ഖബീറൻ ബസീറൻ മൻ കാന എന്ന ഓതുക. ചേർത്തി ഓതുമ്പോഴേ ഷദ്ദ് ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഇവിടെ കൊണ്ട് സ്റ്റാർട്ടാണെങ്കിലോ മൻ കാന. ഓക്കെ. യുരീദുൽ ആജിലത, യുരീദുൽ ലാജില ഉണ്ടാവരുത് കേട്ടോ, ഐൻ നഷ്ടപ്പെടരുത്. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ല്ലേ ലഹു ഫീഹാ മാ നശാ ലിമൻ നുരീദു ഉണ്ടോ, ലിമൻ നുരീദു സുമ്മ ജഅൽനാ ലഹു ജഹന്നമ. അല്ലാഹ്, ഷദ്ദുള്ള നൂനും മീമൊക്കെ വന്ന് അല്ലേ. യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. ഓക്കെ. വമൻ അറാദയാണുള്ളത്, വമൻ അറാദയല്ല, വമൻ അറാദ. വമൻ അറാദൽ ആഖിറത, വമൻ അറാദൽ ആഖിറ ഒന്നും ആവരുത്. സാധാരണ എത്രയോ വട്ടം പറയുന്നതാണ്. വീണ്ടും പലരിൽ നിന്നും അങ്ങനെ കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ഉണ്ടോ? ഫഉലൈക മദ്ദു വേണം കേട്ടോ. കാന സഅയുഹും മഷ്കൂറാ. അടുത്ത നോക്കിയേ, കുല്ലൻ നുമിദ്ദു ഹാഉലാഇ വഹാഉലാഇ മിൻ അതാഇ റബ്ബിക്. അല്ലാഹ്, എത്ര മദ്ദുകളല്ലേ. അതിൻ്റെ പുറമെ കുല്ലൻ നുമിദ്ദു ശദ്ദുള്ള നൂനും ഹാഉലാഇ വഹാഉലാഇ മിൻ അതാഇ റബ്ബിക്. 1 2 3 4 5 മദ്ദുകൾ ചിഹ്നമുള്ളത് തന്നെ അല്ലേ. വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ, വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ. انظر كيف فضلنا بعضهم على بعض. انظر ഓതാനുള്ള കാരണം അറിയാലോ. كيف فضلنا بعضهم على بعض, فضلنا بعضهم على بعض. وللآخرة أكبر درجات وأكبر تفضيلا. وللآخرة أكبر درجات. وللآخرة آباده أكبر درجة أكبر لا درجات عربيل പറയുമ്പോൾ വായക്കുള്ളിൽ ശബ്ദം നിറയണം. അരമര പറപോൽ മലയാളത്തിലെറായാകുന്നതു മാറേണം. പഠിച്ചിന്. വഅക്ബറു തഫ്ളീല.
لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. എങ്ങനെ? لا تجعل مع الله إلها آخر لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. ബാക്കി നോക്കിയേ. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا. ഓക്കെ, വലിയൊരു സംഭവമാട്ടത്, ചെറിയ സംഭവമൊന്നുമല്ല. ഓക്കെ, وقضى ربك ألا تعبدوا إلا إياه ليه وقضى ربك ألا تعبدوا إلا إياه. എന്താ റബ്ബ് പറയുന്നത്? റബ്ബ് പ്രസ്താവന ഇറക്കുന്നത് എന്താണ്? റബ്ബ് എന്താണ് വിധി പറയുന്നത്? എന്താണെന്നറിയോ? അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്. ഏയ് നോക്കി നോക്കി നോക്കി, നിങ്ങൾ അള്ളാഹുവാകുന്ന എനിക്കല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. സംശയമില്ലല്ലോ, നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യുന്നത് ആർക്കാ? അള്ളാഹുവിനാണ്. ഇബാദത്തിന് സാധാരണ ആരാധന അല്ലേ മലയാളത്തിൽ അർത്ഥം പറയാറുണ്ട്. ഇബാദത്ത് ആരാധന. ആരാധന ആരോടാ? അള്ളാഹുവിനോട്. ആർക്കാണ്? അള്ളാഹുവിന്. അത് ചില ആളുകൾ തെറ്റുധരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഇബാദത്തിന്, ആ പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. എന്നിട്ട് പാവങ്ങളാണ് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അറിവുള്ള ആളുകളോട് ചോദിച്ച് പഠിക്കൽ മാത്രമേ പരിഹാരമുള്ളൂ. എന്നിട്ട് വികലമായി അർത്ഥം പറഞ്ഞ് നമ്മൾ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നതോടുകൂടി നേരെ ബദരീങ്ങൾക്കുള്ള ഇബാദത്താണത്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെ അടുത്ത് വന്നു പോയിട്ടുണ്ട് കേട്ടോ നബിയെ, അങ്ങയോട് ഞാൻ ആവലാതി, ഞാൻ ശിക്കായത്ത് ബോധിപ്പിക്കുന്നു, ഞാൻ എൻ്റെ പരിഭവം അങ്ങയോട് പറയുന്നു എന്ന് നമ്മൾ ഇർതകബ്തുൽ പറയണേ. അപ്പോൾ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഇബാദത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് പാവങ്ങൾ അല്ലേ കൂടുതലൊന്നും പഠിച്ചിരുന്നെങ്കിൽ അവർ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഞാൻ അങ്ങോട്ട് ആ വിഷയത്തേക്ക് വരികയല്ല, പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. ഇബാദത്താണെങ്കിൽ അത് ഇലാഹാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. മുത്തുനബി ഒരിക്കലും ഇലാഹാണ് എന്ന് നമ്മളെ ആരെയും മനസ്സിലില്ല. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഇലാഹാണ്, അതായത് ആരാധിക്കാൻ അർഹതയുള്ള ആളാണ്, നമ്മൾ ഇലാഹു എന്ന് പറയാം. ബദരീങ്ങൾ അവർ പടച്ചോന്മാരാണ് എന്ന് ആർക്കും എന്തില്ല? വിശ്വാസമില്ല. നമുക്കാർക്കും വിശ്വാസമില്ല. വിശ്വാസമില്ല എന്ന് പറയുന്നത് ആരാണ്? നമ്മളാണ്. മുഹീദ്ദീൻ ഷെയ്ഖ്, ബദരീങ്ങൾ, മുത്തുനബി അടക്കമുള്ള അല്ലേ മഹാരഥന്മാരൊന്നും ഇലാഹാണ് എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല, ഇല്ല ഇല്ല നമ്മൾ ഇഷ്ടം പോലെ വട്ടം പറയണു. അല്ല, അങ്ങക്ക് ഉണ്ട് 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 എന്ന് വേറുള്ളവർ പറഞ്ഞു. എന്താ ചെയ്യാം? അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുറേ പറയേണ്ടി വരും. സ്റ്റോപ്പ് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ ഇബാദത്ത് പറ്റൂ.
എന്നിട്ട് നമ്മുടെ വിഷയം എവിടെ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ എനിക്കല്ലാതെ ഇബാദത്ത് ചെയ്യരുത്. തൊട്ടുടനെ അല്ലാഹു പറയുന്നത് എന്താ? വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളെ ഉമ്മാനോടും ഉപ്പാനോടും നല്ല രൂപത്തിൽ പെരുമാറണം കേട്ടോ. ഉമ്മാക്കും ഉപ്പാക്കും ഇഹ്സാൻ ചെയ്യണം. എന്താ പറഞ്ഞേ? ഉമ്മാക്കും ഉപ്പാക്കും ഇഹ്സാൻ ചെയ്യണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവരോട് നിങ്ങൾ മാന്യമായി നല്ല രൂപത്തിൽ മാത്രമേ പെരുമാറാവൂ. പണ്ടൊരാൾ ചോദിച്ചു എന്ന് പറഞ്ഞേക്കാം, എൻ്റെ ഉമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തമാശയാണെങ്കിലും വലിയ അർത്ഥമുള്ളൊരു കാര്യമാണത്. ഒരാളുടെ താടിയൊക്കെ നരച്ചു, താടിക്കൊക്കെ തലമുടിക്കൊക്കെ നര വന്നു അല്ലേ? അപ്പോൾ അയാൾ ചോദിച്ചു പോൽ അയാളുടെ ഉപ്പാനോട്, അയാളുടെ ഉപ്പ അപ്പോഴും ഹയാത്തിലുണ്ട്, ഉപ്പ ഇപ്പോൾ എൻ്റെ താടിയും നരച്ചിട്ടുണ്ട്, ഇനി മുതൽ ഞാൻ നിങ്ങളെ ഉപ്പാന്ന് വിളിക്കണോന്ന്. എന്താണ് ആ ഒരു 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 വാക്കിൻ്റെ ഒരു വിശാലമായ അർത്ഥം ചിന്തിച്ചു നോക്കി ഞങ്ങൾ അല്ലേ? താടി നരച്ചാലും മാത്രമല്ല, എത്ര നമ്മൾ വലിയ ഉന്നതങ്ങളിലെത്തിയാലും നമ്മുടെ ഉപ്പ അത്രയൊന്നും എത്താൻ കഴിഞ്ഞില്ല എന്ന് സങ്കല്പിക്കൂ. വിദ്യാഭ്യാസമൊന്നുമില്ല, ഉപ്പ തന്നെ. നമ്മളെത്ര ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ ഉപ്പ ഹയാത്തിലുണ്ടോ, ഉമ്മ ഹയാത്തിലുണ്ടോ, ഉമ്മ തന്നെ, ഉപ്പ തന്നെ. ആ ബോധം നമ്മളെ മനസ്സിലുണ്ടാവണം. ഓക്കെ, ഇരിക്കട്ടെ. അല്ലാഹു പറയുന്നത്, അതായത് എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് പറയാൻ അല്ലാഹു ഉപയോഗിച്ചത് അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ് എന്ന ആ ഒരു ചെറിയ ഭാഗം മാത്രം. ബാക്കി നോക്കിയേ, ഉമ്മാനെയും ഉപ്പാനെയും അനുസരിക്കണം, അവരെ വെറുപ്പിക്കരുത്, അവരെ ടെൻഷനാക്കരുത് എന്ന് പറയാൻ അല്ലാഹു ഉപയോഗിച്ച ആയത്തുകളുടെ എണ്ണം നോക്കിയേ നിങ്ങൾ. വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا. ഇത്രയും നീളമുള്ള എത്ര വരിയുണ്ട്, എത്ര ആയത്തുകളുണ്ട്. അതൊക്കെ ആർക്ക് വേണ്ടിയാ റബ്ബ് മാറ്റി വെച്ചത്? ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട്. അള്ളാഹു തആലാക്ക് വേണ്ടിയിട്ടോ അള്ളാഹു ചെറിയൊരു പീസ്, ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ടോ നോക്കിയാൽ ഇത്ര വലിയ ആയത്തുകളും ഭാഗങ്ങളും. ആദ്യമൊന്ന് മാത്രം മനസ്സിലാക്കാം നമുക്ക് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും നിലയും വിലയും. ഇപ്പം ഞാനും അതിലെ ഉപ്പ, ഉമ്മ, വല്യുമ്മ, വല്യുപ്പ, ഇനിയിപ്പോൾ എന്തിനാ ഉമ്മാനെ, എന്തിനാ ഉപ്പാനെ ഞാൻ അങ്ങനെയൊക്കെ? സുബ്ഹാനല്ലാഹ്. ഹുമാ ഹുമാ, മുത്തുനബി പറഞ്ഞു, ഹുമാ ജന്നതുക വനാറുക, അവരാണ് നിന്റെ സ്വർഗവും നിന്റെ നരകവും. നിനക്ക് നരകം വേണോ കിട്ടാൻ, അത് മതി. നീ അവരെ ഉറപ്പിച്ചാൽ, അനിഷ്ടം ചെയ്താൽ. നിനക്ക് സ്വർഗം വേണോ കിട്ടാൻ, അവർ മതി, അവരെ സന്തോഷിപ്പിച്ചാൽ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഗുരുത്വവും പൊരുത്തവും വാങ്ങുന്ന നല്ല മക്കളാക്കി വളർത്തി വലുതാക്കണേ അല്ലാഹ്. വരക്കണം നമ്മൾ. ആ വിഷയത്തിലേക്ക് അങ്ങനെ പറഞ്ഞു പോയാൽ കുറേ പറയും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഓതി വെച്ച ആ ഭാഗം ജസ്റ്റ് ഒന്ന് ഓതിയിട്ട് നിർത്താം. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. വയസ്സായ ഉപ്പയും ഉമ്മയുണ്ട്, അവരോടെ മുഖം ചൊളിച്ചോ ഒരു നീരസം തോന്നിപ്പിക്കുന്നതുമായി ഒന്നും പറയാൻ പാടില്ല, കാണിക്കാൻ പാടില്ല. ഉഫിൻ, അതിന് എങ്ങനെ അർത്ഥം പറഞ്ഞാലും വേണ്ടില്ല. ഛേ എന്ന് പറയരുത് എന്നൊക്കെ പറയാറുണ്ട്. അതായത് അവരുടെ മനസ്സിന് ടെൻഷനാക്കുന്ന, അവരുടെ മുഖത്തെ വാടിപ്പിക്കുന്ന ഒന്നും നിന്റെ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടാവാൻ പാടില്ല. فلا تقل لهما أف ولا تنهرهما ولا تنهر أنا وقل لهما قولا كريما واخفض لهما جناح الذل واخفض لهما جناح الذل من الرحمة
വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. കണ്ടോ ഈ ദുആ ഉണ്ടല്ലോ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആ ദുആ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ദുആർക്കണം. നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ദുആയിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഏതൊരു ദുആയിലും ഉമ്മാക്കും ഉപ്പാക്കും ദുആ ഇല്ലേ, അതിൽ വാചകം ഇല്ലേ, ആ ദുആ ഇങ്ങനെ ഹവയിൽ കിടക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കും ഒരു വാചകം എല്ലാ ദുആയിലും വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും. എങ്ങനെ റബ്ബുക്കും അഅലമു ആണ്, റബ്ബുക്കും അഅലമു കുമ്മഅലമു ഇല്ലട്ടോ. ഇൻ തകൂനു സാലിഹീൻ, ഇൻ തകൂനു صالحين فإنه كان للأوابين غفورا وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا ولا تبذر رائن ترقيق إن المبذرين كانوا إخوان الشياطين. يعني إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا وكان الشيطان لربه كفورا. രണ്ട് മൂന്നായത്ത് കൂടെ നോക്കി. وإما تعرضن عنهم ابتغاء رحمة من ربك ترجوها فقل لهم قولا ميسورا ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا إن ربك يبسط الرزق لمن يشاء ويقدر إنه كان بعباده خبيرا بصيرا صدق الله العظيم. اوكي وإما تعرضن عنهم ابتغاء رحمة من ربك ترجوها. اوكي ليه تعرضن ضاد فقل لهم قولا ميسورا قولا ميسورا ولا تجعل يدك مغلولة إلى عنقك. ഏയ് പെരും പിശുക്കനാവാൻ പാടില്ല കേട്ടോ. പിശുക്കൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പിശുക്കൻ, ബഖീൽ ബഖീൽ. അല്ലാ, നിന്റെ രണ്ട് കൈകളും നീ പെരടിയിലേക്ക് ഇങ്ങനെ കെട്ടിട്ട് ഒന്നും കൊടുക്കാതെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആവരുത്. ആവശ്യത്തിന് ചിലവഴിക്കൊക്കെ വേണം കേട്ടോ. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് കൊടുത്ത് അവനവൻ്റെ കുടുംബത്തെ പോലും ശ്രദ്ധിക്കാതെ ഉള്ളത് മുഴുവൻ അല്ലേ അങ്ങനെ ചിലവഴിച്ച് ഭാര്യയും മക്കളും കുട്ടികളും നോക്കേണ്ട ആളുകളൊക്കെ ഉണ്ടാവും, അവനൊന്നും പരിഗണിക്കാതെ അതും പറ്റൂല. ഫതഖഉദ മലൂമൻ മഹ്സൂറാ, അപ്പോൾ ഈ ഒന്നും അല്ലാതായി മാറും, ആകെ പ്രശ്നമാവും. ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ സദഖല്ലാഹുൽ അദീം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും പൊരുത്തം കിട്ടുന്ന മാതാപിതാക്കളുടെ ഇഷ്ടം വാങ്ങുന്ന മക്കളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളെയൊക്കെ നന്നാക്കി തരണേ അല്ലാഹ്. ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും നിൻ്റെ പൊരുത്തത്തിൽ നൽകണേ അല്ലാഹ്. നിൻ്റെ മുത്ത് ഹബീബിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുന്ന റബീഉൽ അവ്വലായി ഇബാദത്തുകൾ നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ അല്ലാഹുവേ റഹ്മത്തും ബറക്കത്തും ഞങ്ങൾക്ക് ഏറ്റി തരണേ അല്ലാഹ്. അതിനൊക്കെ നിമിത്തമാകുന്നതാക്കണേ ഈ തദ്രീബ് യാ അല്ലാഹ് യാ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ആരംഭപ്പൂവായ
പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖൽറാഇ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തുൽ ഐനൈനി മൽജവ മൻജവ മുർതഹൽ മുഷ്തഖി ഹിബ്ബ الثقلين أجمل خير الفريقين طه وياسين وحميم نبينا أنس الغريبين أبيض مولى الصالحين ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് സ്വല്ലി വസല്ലിം അലൈഹി യാ റബ്ബന അസ്ക സ്വലാത്തില്ലാ അദ്വമ നഹ്മദു യാ صلى الله عليك سلم نور الله ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നർജു സഅദതി മഹ്വ ശഖവാതി യാ ഖൈറ റസൂലില്ലാ عليك دائما صلى الله يا ربي سلمنا بحق سيدنا طه رسول الله أشرف الخلق رسول الله ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീൻ സിദ് ലനാ ഹുബ്ബന ഇലൈഹി യാ റബ്ബന ആതീനാ ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീൻ സിദ് ലനാ ഹുബ്ബന ഇലൈഹി യാ റബ്ബന ആതീനാ ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ്